പ്രവാസികൾക്കെന്നും കാണപ്പെടുന്ന ദൈവമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. ഒട്ടുമിക്കപ്പോഴും കൈത്താങ്ങായി ഏവരെയും സഹായിക്കാൻ യൂസഫ് അലി എത്താറുണ്ട്. അത്തരത്തിൽ ഒട്ടനവധി വാർത്തകളാണ് നാം കേൾക്കുന്നത്. യു.എയിൽ യൂസഫ് അലിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും കെട്ടിപ്പടുത്തതെല്ലാം പാവങ്ങളെ സഹായിക്കാനും അദ്ദേഹം മറന്നില്ല. കേരളത്തെയും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോളായ ലുലു മോൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും യൂസഫ് അലിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച പല ചർച്ചകളിലേക്കും എത്തുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ പുരോഗതിയിൽ കൈകോർക്കാൻ പുതിയ നീക്കങ്ങളാണ് നടക്കുന്നത്. ബംഗളൂരുവിൽ പുതിയ മാൾ. ഇതിനുശേഷം കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. ഭക്ഷ്യ സംസ്കരണ റീറ്റെയിൽ മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ലുലു ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതായി ചെയർമാൻ എം.എ. യൂസഫ് അലി വ്യക്തമാക്കുകയുണ്ടായി. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒട്ടനവധി കാര്യങ്ങളാണ് ചർച്ചയായത്. ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഭാവി പദ്ധതികളെ പറ്റി യൂസഫ് അലി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയായിരുന്നു. കൂടാതെ തിരുവനന്തപുരത്തെ ലുലു മാൾ ഉദ്ഘാടനത്തിനും പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് യൂസഫ് അലി എത്തിയതെന്നും സൂചനകളുണ്ട്. ലക്നൌ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് മാൾ ഈ വർഷാവസാനത്തോടെ പ്രവർത്തന സജ്ജമാകും. ഇതിനായി 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് ഈ മേഖലയിൽ മാത്രം നടത്തിയത്. കൂടുതൽ ആളുകൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ വിവിധ ഉത്തേജക പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ വാണിജ്യ വ്യവസായ ലോകം പുത്തനുണർവാണ് കൈവരിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രിയോട് വ്യക്തമാക്കുകയായിരുന്നു. പ്രവാസികളായ നിരവധി നിക്ഷേപകർ രാജ്യത്ത് കൂടുതലായി മുതൽ മുടക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇതിന് കാരണം വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപം ആഭ്യന്തര നിക്ഷേപമായി കണക്കാക്കുന്ന മോദി സർക്കാരിന്റെ പുതിയ നയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ലുലു ഗ്രൂപ്പിന്റെ പദ്ധതികളിൽ തിരുവനന്തപുരത്തേത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോളാണ്. ഇതിലെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ എത്തിക്കാനാണ് യൂസഫ് അലിയുടെ ലക്ഷ്യം. ഇക്കാര്യം മോദിയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജനുവരിയിൽ മോൾ തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മോളിന്റെ പ്രത്യേകതകൾ മോദിയെ പ്രത്യേകം ബോധ്യപ്പെടുത്തിയതായും സൂചനയുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ തിരുവനന്തപുരത്തെ മോൾ ഉദ്ഘാടനത്തിന് മോദി എത്തുമോ എന്ന കാര്യത്തിൽ ദിവസങ്ങൾക്കകം തന്നെ വ്യക്തത വരുമെന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിൽ വച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ രംഗത്തും ലുലു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കും. നോയിഡയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാരാണ് ഇതിനാവശ്യമായ സ്ഥലം അനുവദിച്ചത്. കശ്മീരിൽ നിന്നുള്ള ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും യൂസഫ് അലി പ്രധാനമന്ത്രിയെ അറിയിച്ചതായാണ് ലഭ്യമാക്കുന്ന വിവരം. കശ്മീർ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ആവശ്യകതയാണ് ഗൾഫ് നാടുകളിൽ ഉള്ളത്. ഗുജറാത്തിൽ പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, ഹൈപ്പർ മാർക്കറ്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതായും സൂചനയുണ്ട്. അതേസമയം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം ലഭിക്കുന്നതോടൊപ്പം കർഷകർക്ക് തങ്ങളുടെ വിളകൾക്ക് മികച്ച വിലയാണ് ലഭിക്കുന്നത്. ഇക്കാര്യം ഉറപ്പാക്കുന്നത് കർഷകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും അദ്ദേഹം നേരുകയും ചെയ്തു. എന്തായാലും ആ സന്തോഷ വാർത്ത വൈകാതെ തന്നെ കേൾക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.